ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ആപ്പിൾ ഫ്രിറ്റേഴ്സ്. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവാം, കേട്ടിട്ടുണ്ടാവാം, കഴിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഞാനിത് എൻ്റേതായ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കൂടുതൽ പേരും ഇതിൽ മൈദ യൂസ് ചെയ്തതായിട്ടാണ് ഞാൻ കണ്ടത്. എന്നാലും ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ്, പിന്നെ ഷുഗർ, സോൾട്ട് ആൻഡ് സിനമൺ പൗഡർ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. പിന്നെ ഈ ഒരു ടെക്സ്ചറിലേക്ക് വരുത്തുക. അതായത് ഒരുപാട് ടൈറ്റ് അല്ല, എന്നാൽ ഒരുപാട് ലൂസും അല്ല. നമ്മൾ പഴംപൊരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു മിക്സ്ചറിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അതിൽ കോട്ടാവുന്ന രീതിയിൽ. ആപ്പിളാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതുകൊണ്ട് അതിൻ്റെ പേര് പറയാൻ മറന്നു പോകരുത്. അപ്പോൾ ആപ്പിൾ നന്നായിട്ട് തൊലിയൊക്കെ കഴുകി തൊലി കളഞ്ഞിട്ട് റൗണ്ട് ഷേപ്പിലാണ് ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തത്. ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 1 ടീസ്പൂണോളം ഗീയും യൂസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം നമ്മൾ കോക്കനട്ട് ഓയിൽ അവോയ്ഡ് ചെയ്യുക. കാരണം കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുമ്പം ഇതിൻ്റെ ടേസ്റ്റിന് കുറച്ച് വ്യത്യാസം വരും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് അത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, ഒരുപാട് ഓയിലൊക്കെ വെച്ചിട്ട്. അല്ലാതെ എന്നെപ്പോലെ ഇങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാനിത് നേരത്തെ കഴിച്ചിട്ടുള്ളതും പ്രിപ്പയർ ചെയ്തിട്ടുള്ളതും ആയതുകൊണ്ട് തന്നെ എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് എനിക്ക് ഇങ്ങനെ കഴിക്കാൻ തന്നെയാണ് ഇഷ്ടം. അതായത് ഇതിൻ്റെ കൂടെ ഒരു ചായയോ കാപ്പിയോ ഒന്നും വേണ്ടതായിട്ട് തോന്നിയിട്ടില്ല. വെറുതെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാൻ നല്ല രസമുള്ളൊരു ഐറ്റമാണ്. പിന്നെ ഫൈനലായിട്ട് ഞാൻ ഇതിൻ്റെ ടോപ്പിങ്ങിൽ കുറച്ച് ഷുഗറിൻ്റെ പൗഡർ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പൗഡേർഡ് ഷുഗർ അതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. ഒരുപാട് ഷുഗർ വേണ്ടാത്തവരാണെങ്കിൽ വേണ്ട. പിന്നെ ഇത് കുറച്ചുകൂടി സ്വീറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇങ്ങനെ പൗഡേർഡ് ഷുഗറും കൂടെ അതിൻ്റെ മുകളിൽ വരുമ്പോൾ. പിന്നെ സിനമൻ്റെ പൗഡറിൻ്റെ ഒരു ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പൗഡർഡ് ഷുഗറിൻ്റെ കൂടെ സിനമൺ പൗഡർ കൂടെ ആഡ് ചെയ്തിട്ട്, അതായത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൂടെ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എനിക്ക് സിനമൻ്റെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ മിക്സ്ചറിൽ മാത്രമാണ് അത് ചേർത്തിട്ടുള്ളത്. ഇവിടെ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് പൗഡർഡ് ഷുഗർ മാത്രമാണ്. ഇത് തന്നെ ധാരാളമാണ് കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടായിരുന്നു. അത് ഞാൻ ടോപ്പിങ്ങിൽ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് വെച്ചതാണ്. മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ എന്തായാലും എനിക്കിഷ്ടമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വനില ആയിരിക്കാം ആപ്പിളിൻ്റെ കൂടെ കുറച്ചുകൂടെ സ്യൂട്ടാവുന്നത്, കോമ്പിനേഷൻ വരുന്നത്. ആൻഡ് ദെൻ ഫൈനൽ ലുക്ക് ഞാനൊരു സ്ട്രോബെറി കൂടെ വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു. എന്തായാലും നല്ല കളർഫുള്ളായിട്ട് കാണാൻ നല്ല അടിപൊളിയായിട്ടില്ലേ. എല്ലാവരും മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.